ഹായ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ കേരളക്കാർക്ക്, മലയാളികൾക്ക് വളരെ ആത്മാഭിമാനത്തോടു കൂടി പറയാൻ പറ്റും അത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ വായക്കാടുള്ള കുടുംബാരോഗ്യ കേന്ദ്രമാണെന്ന്. നമുക്കറിയാം 2018 പ്രളയത്തിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നതുപോലെ തന്നെ വായക്കാടിൻ്റെ ഒരു വലിയ നഷ്ടമായിരുന്നു അവരുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സംഭവിച്ച കേടുപാടുകൾ. ആ കേടുപാടുകൾ സംഭവിച്ച ഈ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ട് VPS ഹെൽത്ത് കെയറിൻ്റെ CMD ഷംസീർ വയലിൽ സാറ് വായക്കാട്ടുകാർക്ക് നൽകിയ ഏറ്റവും വലിയൊരു സ്നേഹ ഉപഹാരമാണ് അത് പുനർനിർമ്മിച്ച് നൽകി എന്നുള്ളത്. 15,000 സ്ക്വയർ ഫീറ്റിൽ 10 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടാണ് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി വായക്കാട്ടുകാർക്ക് VPSൻ്റെ ആ ഒരു സ്നേഹ ഉപഹാരം അദ്ദേഹം നൽകിയത്. ഒരുപാട് സംവിധാനങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ നിലവിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കിട്ടുന്ന ഒട്ടുമിക്ക ആധുനിക സംവിധാനങ്ങളും നമുക്ക് ഇന്ന് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാണ്. വായക്കാട്ടുകാർക്ക് അത് ഉപയോഗപ്പെടുത്താനൊക്കെ ഇവിടെ സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാവുന്ന മറ്റൊരു പ്രത്യേകതയാണ്, അതിൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് മാസിനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്. ജിമ്മെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രാവിലെയൊക്കെ വന്നിട്ട് എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ ഉണ്ടല്ലോ. നമുക്കിതാ ഇതുപോലെ നമ്മളുടെ സമയത്തിനനുസരിച്ച് നമ്മുടെ ഫിറ്റ്നസ് റെഡിയാക്കാൻ ഉതകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഓപ്പണാണ്, ആർക്കും എപ്പോഴും വന്ന് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വായക്കാട്ടുകാർക്ക് അവരുടെ ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു ഉപഹാരം തന്നെയാണ് VPS ഗ്രൂപ്പ് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു വലിയ സംവിധാനം, സൗകര്യം ഈ നാട്ടുകാർക്ക് വേണ്ടി ഒരുക്കി നൽകിയിട്ടുള്ള VPS ഹെൽത്ത് കെയർ ഗ്രൂപ്പിൻ്റെ CMD ഷംസീർ വയലിൽ സാറിന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. കാരണം എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് ആ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം അവിടെ ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അകത്തുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ഒന്ന് കാണാം. പുറത്തുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. ഒന്ന് നമുക്കിതുപോലെ എക്സസൈസ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇതാണ് കണ്ടല്ലോ, ഒരു ഡിവൈസ്. അതുപോലെ ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാർക്ക് സംവിധാനം, സീസോ പോലുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സംവിധാനവും അപ്പുറത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ പാർക്കിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പുനർനിർമ്മാണ സമയത്ത്. അപ്പോൾ ഇതൊരു എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആരോഗ്യ കേന്ദ്രത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒന്ന് അത്യാവശ്യം തന്നെയാണ്. നമ്മൾ വിദേശങ്ങളിലൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള വിദേശ പാർക്കുകളിലൊക്കെയാണ് നമ്മൾ പരമാവധി ഇങ്ങനെയൊക്കെ കാണാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഇവിടെ നമ്മളുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ മുറ്റത്ത് വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ പ്രത്യേക പ്രശംസ അർഹിക്കുന്നതാണ്, അത് ഞാൻ അറിയിക്കുകയുമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിനി ഈ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുപാട് സംവിധാനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ. ഈ കാണുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ് ഇന്ന് നമ്മൾ കാണുന്ന അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ വായക്കാട്ടുകാരുടെ അഭിമാനമായി മാറിയ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറിയിട്ടുള്ളത്.
2016 മുതൽ 2020 വരെ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ പഞ്ചായത്തിൽ തന്നെയാണ് ഈ ഹോസ്പിറ്റൽ ഉള്ളത്. അപ്പം അന്നുള്ള സമയത്ത് നമുക്ക് ചെറിയൊരു 32 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്, ചെറിയ ഓടിട്ടൊരു പഴയ വീടിന് സമാനമായ. പക്ഷെ ഇന്ന് അതിൽ നിന്ന് അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബിൽഡിംഗാണ് നമുക്ക് VPS ഗ്രൂപ്പ് തന്നിട്ടുള്ളത്. അതിന് നന്ദി പറയണം അവരോട്. സാധാരണ ഹോസ്പിറ്റലിന് വിഭിന്നമായിട്ട് രോഗിയെ ചികിത്സിക്കുക അതിന് പകരം ഒരു കോംപ്രിഹെൻസീവ് ഹെൽത്ത് കെയർ, അതായത് ഒരു മനുഷ്യന്റെ ആരോഗ്യപരമായ മേഖല എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട്, അതായത് ഒരു ഓപ്പൺ ജിമ്മുണ്ട്, പിന്നെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ അത്യാവശ്യം സംവിധാനങ്ങളുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാളും വലിയ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നാട്ടുകാർക്കൊക്കെ രാവിലെ തന്നെ ഇവിടെ വർക്കൗട്ടിനും എക്സസൈസിനൊക്കെ ഹോസ്പിറ്റലിൽ വരാം. വിശാലമായ കോമ്പൗണ്ട് ഉണ്ട്. പിന്നെ ഉള്ളിലെ സംവിധാനങ്ങളാണെന്ന് വെച്ചാൽ ഡെന്റൽ ക്ലിനിക്ക് ഉണ്ട്, മറ്റൊരു FHCയിലും കാണാത്ത സംവിധാനമാണ് ഡെന്റൽ ക്ലിനിക്ക്. പിന്നെ ഒരു അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി റൂമുണ്ട്. പിന്നെ ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. നമുക്ക് അറിയാം, ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് സ്റ്റേറ്റ് ഹൈവേന്റെ മുന്നിൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ആക്സിഡൻസ്, ട്രോമ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഇതിൽ കാഷ്വാലിറ്റി ഉണ്ട്, ഡീഫിബ്രിലേറ്റർ അടക്കമുള്ള. പിന്നെ ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. പിന്നെ കുട്ടിയേക്കും ഗർഭിണിയേക്കൊക്കെ ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ടോട്ടലി ഈ നാടിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ഹെൽത്ത് കെയർ സെന്ററാണ് നമുക്ക് VPS ഹെൽത്ത് ഗ്രൂപ്പ് തന്നിട്ടുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറുമായി കൂടിയാലോചിക്കുകയും വാഴക്കാട് PHC ഇന്ത്യയിലെ ഏറ്റവും മികച്ച FHC ആയി കൺവേർട്ട് ചെയ്യുകയും അതിൻ്റെ എല്ലാവിധ കൺസ്ട്രക്ഷനും അതിന് അനുബന്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വാഗ്ദാനം ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി 2019 ആരംഭിച്ച ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇന്നിവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു പ്രൊജക്റ്റാണിത്. GFRG കൺസ്ട്രക്ഷനാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആർക്കിടെക്ചറൽ വർക്ക് കംപ്ലീറ്റ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് കോർഡിനേഷൻസ് കംപ്ലീറ്റ് IIT മദ്രാസാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ലാബ് ഉണ്ട്, മോഡുലാർ ഫാർമസി ഉണ്ട്, 10 ഒബ്സർവേഷൻ ബെഡ് വിത്ത് ഓക്സിജൻ കോൺസെൻട്രേറ്റർ സ്പെഷ്യലി ഫോർ കോവിഡ് കെയർ ഫെസിലിറ്റീസ്. അതേപോലെ തന്നെ ഒരു ഡെൻ്റൽ യൂണിറ്റ് ഉണ്ട്, ഒപ്തോൾമോളജി യൂണിറ്റ് ഉണ്ട്, ഒരു അഡ്വാൻസ്ഡ് കോൺഫറൻസ് റൂം വിത്ത് പ്രൊജക്ടർ ഫെസിലിറ്റി ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു അഡ്വാൻസ്ഡ് ICU ഫെസിലിറ്റിയുള്ള ഒരു ആംബുലൻസ് കൂടി ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുകയാണ്. ഇത് ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററിന് പുറമെ അതിൽ ഒരു വെൽനസ് കെയർ കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു ഓപ്പൺ ജിം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ഫിറ്റ്നസിൻ്റെ എല്ലാ അമ്യൂണിറ്റീസും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ വരുന്ന 24-ാം തീയതി 12 മണിക്ക് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ, ഞങ്ങളുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംഷീർ വയലിലിൻ്റെയും മറ്റു മന്ത്രിമാരുടെയും MP-മാരുടെയും MLA-മാരുടെയും സാന്നിധ്യത്തിൽ ഈ നാടിന് സമർപ്പിക്കുന്നതാണ്. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും അഡ്വാൻസ്ഡ് ടെക്നോളജിയുമുള്ള ഈ ഒരു ഗവൺമെൻറ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ നമ്മുടെ നാടിന് സമർപ്പിക്കുന്ന ഈ ഒരു സന്തോഷ നിമിഷത്തിൽ പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി. സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നമ്മൾ ഇതുവരെ കണ്ടുവരാത്ത എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് VPS ഹെൽത്ത് കെയർ വാഴക്കാട്ടുകാർക്ക് നൽകിയ ഈ ഒരു കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളെൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഡോക്ടർ ഷംസീർ വയലിൽ സാറിന് ഒരിക്കൽ കൂടി സ്നേഹവും ബഹുമാനവും അറിയിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സകലം.